ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻസ് ഓഫ് വാഗമൺ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ആന്ത്രോസ് ലീഹയാണ്. യോഹന്നയുടെ മൂത്ത പുത്രനായ ആന്ത്രോസ് ഗലീലയിൽ ബെത്സേദായിൽ ജനിച്ചു. പത്രോസ് ലീഹയുടെ ജ്യേഷ്ഠനാണ് ആന്ത്രോസ്. ഇവർ രണ്ടുപേരും സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരായി ജീവിതം ആരംഭിച്ചു. പിന്നീട് രണ്ടുപേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി. അപ്പോസ്തല പ്രമുഖനായ പത്രോസിൻ്റെ പിറകിൽ അജ്ഞാതനായി ശാന്തനായ അദ്ദേഹം കഴിഞ്ഞു. ഒരു ദിവസം ഈശോയോട് കൂടെ താമസിച്ചിരുന്നതിന് ശേഷമാണ് ആന്ത്രോസ് ഈശോയുടെ ശിഷ്യനായത്. ഈശോ 5 അപ്പം 5000 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ആന്ത്രോസും ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. വിശുദ്ധ ആന്ത്രോസും ഈശോയെപ്പോലെ കുരിശുമരണം വരിക്കുകയാണ് ചെയ്തത്. 2 ദിവസം ജീവനോടെ അദ്ദേഹം കുരിശിൽ കിടന്നു. അടുത്തിരുന്നവരോട് തൻ്റെ പീഡകൾ കുറയ്ക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വിശുദ്ധ ആന്ത്രോസിൻ്റെ വിശ്വാസ ജീവിതം നമുക്ക് മാതൃകയാക്കാം.